ഗോയ്സ്, അപ്പോൾ നമ്മൾ ഈ ചാനലിലെ അവസാനത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഗെയിം ഗാർഡി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മുടെ നോൺ റൂട്ടഡ് ഡിവൈസിൽ എങ്ങനെ ഉപയോഗിച്ച് നമ്മൾ ഗെയിമൊക്കെ എഡിറ്റ് ചെയ്യുന്നത്, നമുക്ക് ഗെയിമിൻ്റെ കോയിൻസും അതുപോലുള്ള ഡയമണ്ട് അതുപോലുള്ള കാര്യങ്ങൾ ഗെയിമിനെ ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഇങ്ങനെ റൂട്ട് ആപ്ലിക്കേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുക വിമോസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ചെയ്ത വീഡിയോ നിങ്ങൾ എന്തായാലും പോയി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അത് പോയി ഒന്ന് കാണുക വീഡിയോയ്ക്ക് ശേഷം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ വിമോസ് എന്ന ആപ്ലിക്കേഷൻ വെച്ചാണ് നമ്മൾ റൂട്ട് ആപ്സ് നമ്മൾ നോൺ റൂട്ട് ഡിവൈസിൽ ഉപയോഗിക്കുക. അപ്പോൾ ആ വീഡിയോ അല്ലെങ്കിൽ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, ഒന്ന് പോയി കാണണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഗെയിം ഗാർഡിയെ നമുക്ക് നമ്മളെ ഗെയിമൊക്കെ എങ്ങനെ ഗെയിം ഗാർഡ് വെച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ ഗെയിംസൊക്കെ എഡിറ്റ് ചെയ്യാമെന്ന് നമ്മുടെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഇത് കാണുക. അപ്പോൾ നമ്മൾ ഗെയിം ഗാർഡ് നമ്മുടെ നോൺ റൂട്ട് ഡിവൈസിൽ നമുക്ക് എങ്ങനെ ഉപയോഗിച്ച് ഗെയിമൊക്കെ എഡിറ്റ് ചെയ്യുന്നുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിനു വിമോസിനെ പറ്റി കുറേ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, അപ്പോൾ ആ വീഡിയോ ഒന്നിലായിരുന്നു പോയി കാണുക. അപ്പോൾ നമ്മൾ വിമോസിൽ ആപ്ലിക്കേഷൻ നമ്മൾ തുറക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയ ഗെയിംസും ഏത് ഗെയിമാണോ അത് നിങ്ങൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക ചെയ്താൽ അതിൽ ഫയൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, വിമോസിലെ ഒരു ഓപ്ഷൻ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ചെയ്ത വീഡിയോ എന്തായാലും കാണുന്നത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ വിമോസ് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ തുറക്കുക. അതിലാണ് നമ്മൾ റൂട്ട് ആപ്ലിക്കേഷൻ നമ്മൾ നോൺ റൂട്ടഡ് ഡിവൈസിൽ ഉപയോഗിക്കുക എന്ന് പറയുക വിമോസ് എന്ന ആപ്ലിക്കേഷൻ വെച്ചാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയ രണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഗെയിം ഗാർഡിയ ഓപ്പൺ ആക്കുക. അപ്പോൾ ഇവിടെ സൂപ്പർവൈസ് നിങ്ങൾ പെർമിഷൻ ചോദിക്കും റൂട്ട് കൊടുക്കാനുള്ള, അപ്പോൾ അത് നമ്മൾ അലോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നമ്മളാണ് കമൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ സൂപ്പർ യൂസർ നിങ്ങളുടെ പെർമിഷൻ ചോദിക്കുന്നത് കമൻറ്റ് ഇത് ഗെയിം ഗാർഡിന് റൂട്ട് പെർമിഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗെയിം ഗാർഡ് റൂട്ട് പെർമിഷൻ കൊടുത്ത് സ്റ്റാർട്ട് അടിക്കുക. അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ഗെയിമാണോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവിടെ ഹിൽക്ലൈം എന്ന് പറഞ്ഞൊരു ഗെയിമാണ്, ഇതിൽ കോയിൻസ് ഒക്കെ ചേഞ്ച് ചെയ്ത് മാറ്റിത്തരാം. അപ്പോൾ നിങ്ങൾ ഗെയിം ഗാർഡ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിൽ അവിടെ ഒരു ഓപ്ഷൻ കാണാം സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ, സ്റ്റാർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഗെയിം ഗാർഡ് റെഡി ആവും. പിന്നെ നിങ്ങൾ ഏത് ഗെയിമാണ് തുറക്കാൻ പോകുന്നത് അത് നിങ്ങൾ പോയി ആ ഗെയിമിൽ പോയി ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഹിൽ ക്ലൈം എന്ന് പറഞ്ഞ റേസാണ്, ക്ലൈം എന്ന് പറഞ്ഞ ഗെയിം റേസ് ഹിൽ ക്ലൈം റേസ് എന്ന് പറഞ്ഞ ഗെയിമാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഗെയിമിലെ കോയിൻസ് ഞാൻ ചേഞ്ച് ചെയ്ത് മാറ്റി കാണിച്ചു തരാം. അൺലിമിറ്റഡ് കോയിൻസ് ഒക്കെ അക്കത്തോളം കോയിൻസ് നമുക്ക് ഉണ്ടാക്കാം. പെട്ടെന്ന് ഗെയിമിൽ കളിക്കാൻ തന്നെ ഇതിലുള്ള എന്ത് സാധനം വേണം നമുക്ക് വാങ്ങാം. അപ്പോൾ നമ്മൾ ഗെയിം ഇവിടെ തുറന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ 32,255 കോയിൻ ഉണ്ട്, 3.255 കോയിൻ ഉണ്ട്. അപ്പോൾ ഇതിനൊരു 990 എത്ര അങ്ങനെ സംതിങ് കോയിൻ എനിക്ക് ആക്കണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളെന്താക്കുക, അതിനെ നമ്മൾ ഗെയിം ഗാർഡ് ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളത്ര കോയിൻ ആക്കി എടുക്കാം. ഇതിനെ നിങ്ങൾ ചെയ്യേണ്ട ഗെയിം ഗാർഡിൽ ആപ്ലിക്കേഷൻ നിങ്ങൾ തുറക്കുക. അപ്പോൾ ഇവിടെ ചോദിക്കുമ്പോൾ സെലക്ട് പ്രോസസ്സ്, അപ്പോൾ ഹിൽ ക്ലൈം റേസിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഹിൽ ക്ലൈം റേസിംഗ് സെലക്ട് ചെയ്യുക. അപ്പോൾ പിന്നെ ഒരു ഓപ്ഷൻ കാണാം അവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതിൽ നമ്മൾ എത്ര കോയിൻ ആണോ നമ്മൾ മാറ്റാൻ പോകേണ്ടത് അവിടെ നമ്മൾ കോയിൻ ഇപ്പോൾ ഉള്ള കോയിൻ നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് 38,255 കോയിൻ അതിലുണ്ട്. അപ്പോൾ ആ വാല്യൂ നമ്മൾ ടൈപ്പ് ചെയ്യാം. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ന്യൂ സെർച്ച് എന്ന ഓപ്ഷൻ ഉണ്ടാവും, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ടൈപ്പിൽ നിങ്ങൾ ഓട്ടോയിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇത് വാല്യൂ 38,255 വാല്യൂ ഇതിൽ ഗെയിമിൽ എത്ര ഉണ്ട്, എത്ര വാല്യൂ ഉണ്ട് അതിങ്ങനെ സെർച്ച് ചെയ്ത് റിസൾട്ട് കാണിക്കും. അപ്പോൾ ഇത് കുറേ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, 38,255. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇത്ര വാല്യൂ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഗെയിമൊന്ന് കളിച്ച് കോയിൻസിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അപ്പോൾ ഇത് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ ഗെയിമൊന്ന് കളിച്ച് 38,255 കോയിൻ കുറച്ച് ഇത്തിരി ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇത് ഒന്ന് റിഫൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ 38,255 ഫയൽ കുറേയുണ്ട്. അത് ഇത് കോയിൻസിൻ്റെ ഫയൽ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനാണ് നമ്മൾ ഗെയിമിന് കളിച്ച് ഇത് കോയിൻസിൻ്റെ അളവ് കുറച്ചിട്ട് കൂട്ടി എക്സാക്റ്റ് ഏത് ഫോൾഡറിലാണ് നമ്മൾ കോയിൻ്റെ ഇതിലുള്ളത് അത് കണ്ടെത്താനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 38,865 കോയിൻ കിട്ടി. ഇപ്പോൾ കുറച്ച് കൂടുതൽ കോയിൻ കൂട്ടി. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഗെയിം ഗാർഡ് ആപ്ലിക്കേഷൻ ഒന്നുകൂടി അതിൽ ഫ്ലോട്ടിംഗ് ആയി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെയുള്ള വാല്യൂ നിങ്ങൾ മാറ്റി ഇപ്പോൾ ഉള്ള എനിക്ക് 38,865 കോയിൻ അതിനുള്ളിൽ. അപ്പോൾ അതിൽ നിങ്ങൾ വാല്യൂ ആഡ് ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു ഓപ്ഷൻ കാണാം റിഫൈൻ എന്നൊരു ഓപ്ഷൻ കാണാം. റിഫൈൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ വാല്യൂ ഒന്ന് റിഫൈനായി.
ഇപ്പോൾ 2 ഫോൾഡർ മാത്രമേ ഉള്ളൂ നമ്മളെ കോയിൻസിൻ്റെ. അപ്പോൾ ഇവിടെ എനിക്ക് നോക്കിയാൽ മനസ്സിലായി ഫസ്റ്റ് ഫോൾഡറിലാണ് എൻ്റെ കോയിൻസിൻ്റെ ഫോൾഡറുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ ആഡ് ചെയ്യാം. 900 എത്ര വേണേൽ 999 എത്ര വേണേൽ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്ത് യെസ് എന്ന് അടിച്ചു കൊടുത്താൽ അപ്പോൾ നമ്മൾ കോയിൻ മാറുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മളത് വീഡിയോ അവസാനത്തെ വീഡിയോ ആണ്. അപ്പോൾ ചാനലിൽ അധികം സപ്പോർട്ടില്ല, അതുകൊണ്ടാണ് ഇത് അവസാനത്തെ വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വെച്ച് നമുക്ക് ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് വേണേൽ ഏത് ഗെയിമിൻ്റെ വെച്ച് ഗെയിമിൻ്റെ ഏത് ഫോൾഡർ വേണേൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോ കാണണമെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പിന്നുള്ള ഏത് വീഡിയോയിൽ കാണാം. പിന്നെ എല്ലാവരും എന്താക്കുക, അപ്പോൾ ഇത് കൂടുതൽ മനസ്സിലാക്കാൻ ഈ വിമോസ് എന്ന ആപ്ലിക്കേഷനൊക്കെ ഞാൻ ഇതിലിട്ടു, കഴിഞ്ഞ വീഡിയോയിലിട്ടിരുന്നു. അതെങ്ങനെ ഉപയോഗിക്കുക, നമ്മളെ റൂട്ട് ആപ്സൊക്കെ എങ്ങനെയാണ് നോൺ റൂട്ടഡ് ഡിവൈസിൽ നിങ്ങൾ ചില ഫോണൊന്നും റൂട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു നോൺ റൂട്ടഡ് ഫോണിൽ ഉപയോഗിക്കുന്നുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട്, കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട്. അപ്പോൾ അതിൽ പോയി കാണുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്കൊക്കെ വേണമെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമുക്കിങ്ങനെ എത്ര കോയിൻസ് വേണമെങ്കിൽ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി തോന്നുന്നു. അപ്പോൾ ബൈ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.